നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭാഗ്യം ഈ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പല വിധത്തിൽ ദോഷ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതം പ്രകാശിപ്പിക്കും. ഐശ്വര്യവും സമ്പത്തും ഇവർക്ക് വന്നു ചേരും. പല വഴികളിലായിട്ടായിരിക്കും ഇവർക്ക് ഭാഗ്യം എത്തിച്ചേരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇവർക്ക് മോചനം ലഭിക്കുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ നാളുകാരെ തേടിയെത്തും. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ തന്നെയാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിന് മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഐശ്വര്യവും സമ്പത്തും ഇവർക്ക് വന്നു ചേരുന്ന അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യവും സമ്പത്തും ഇവർക്ക് വന്നു ചേരും. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു. പുതിയ മേഖലകളിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നടപ്പെടും. ഭൂമി സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മിന്നുന്ന വിജയം തന്നെയാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. ധനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അനാവശ്യമായ ചെലവുകൾ അധികരിക്കാതെ നോക്കണം. ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. ഭാഗ്യം ഇവർക്കുണ്ട്. എന്നിരുന്നാലും മനപ്രയാസം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക. ശ്രദ്ധിക്കുക. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യമാണ്, ഐശ്വര്യമാണ്, സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരെ തേടി എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാര്യവിജയമാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ നഷ്ടങ്ങൾ കുറച്ച് സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം വന്നു ചേരുന്നതിനും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ശത്രുദോഷമൊക്കെ മാറുന്നു. ജീവിതത്തിൽ മികച്ച ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭാഗ്യമുണ്ട്. എല്ലാം കൊണ്ടും ഐശ്വര്യമുണ്ട്. യോഗം അനുഗ്രഹീതമായി കൊണ്ട് തന്നെ ഇവർക്ക് വിജയം കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പല വിധത്തിലുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നു. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ നിറകടമായി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറും. ഇവർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ നല്ല സമയത്തിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമൃദ്ധി നിറഞ്ഞ ഐശ്വര്യപൂർണമായ അവസരമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയം തന്നെയാണ്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകും. ധനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും. സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ശത്രുദോഷമൊക്കെ മാറുന്നു. ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു. ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറും. ജീവിതത്തിൽ ചെലവുകൾ അധികരിക്കാതെ നോക്കുക. സാമ്പത്തിക നഷ്ടമുണ്ടാകും. എന്നിരുന്നാലും സമ്പത്ത് കുമിഞ്ഞുകൂടാനുള്ള വരവ്
ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ചെലവിനേക്കാൾ കൂടുതൽ വരവ് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കാര്യവിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് വന്നു ചേരുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന, മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം അവർക്ക് വന്നു ചേരുന്നു. സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്നത്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന, മികച്ച അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനുള്ള അവസരം, അവിടെ ഏറ്റവും അനുകൂലമായ രീതിയിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന, ഒട്ടേറെ ഉന്നതിയിലൂടെ, ഉയർച്ചയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉന്നതികൾ ഉണ്ടാകുന്നു. പ്രവർത്തന മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നു. സ്വസ്ഥമായ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. എല്ലാവിധ തടസ്സങ്ങളും മാറും. കാര്യവിജയം വന്നു ചേരും. വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. സാമ്പത്തിക വിജയം ഉണ്ടാകും. കടബാധകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. മികച്ച ഉയർച്ചകൾ, ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാവുകയും നേട്ടങ്ങൾ ഒരു പിടി കടന്ന് ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളും, മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു. സ്വസ്ഥമായ മനസ്സമാധാനത്തോടുകൂടി ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അവസരങ്ങളും ഉയർച്ചയും ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്താനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് അനുഭവവേദ്യമാകുന്നത്. ധനപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു. നേട്ടങ്ങളുണ്ട്. എല്ലാവിധത്തിലുള്ള അംഗീകാരവും പ്രശസ്തിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും, ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൈമുതലായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാലും അനാവശ്യമായ അസ്വസ്ഥത ഇവർക്കുണ്ടാകും. മനസ്സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ, ചില വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ ഇവരുടെ ഈശ്വരവിശ്വാസം കൊണ്ട് സാധ്യമാകുന്ന ഒരു സമയമാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. പരാജയ ഭീതിയില്ലാതെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി പരാജയം മറികടന്നുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾക്ക് മാറുന്നു. സാമ്പത്തിക വിജയം ഇവർക്ക് വന്നു ചേരും. കാര്യവിജയം ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച ലാഭത്തോടുകൂടി, ഉയർന്ന വരുമാനത്തോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച ലാഭം, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയം വന്നിരിക്കുന്നു. മികച്ച അവസരങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ശത്രുദോഷമൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ, വെളിച്ചം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സമയം കൂടി ലഭിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.